അടികൊള്ളാൻ പോയോ? എന്തേ ജലപീരങ്കി വന്നപ്പോ ഓടാൻ പറ്റിയില്ലേ? ഈ കൊറോണ സമയത്തെങ്കിലും സമരവും മറ്റും നിർത്തിക്കൂടെ? വെറുതെ നടക്കുകയാണെങ്കിൽ ആ ചേച്ചിന്റെ മക്കൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുത്തൂടെ? ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കാൻ ഒരു പിടുത്തവും ഇല്ല. എന്റെ കണ്ണിലെ മാറി മുകിലു നീ പെയ്തു തോർന്നിടാം പ്രണയമേ, ഉയരു തേടി ഞാൻ അണയുമിന്നു നീ പവിഴമാതിരി ചാരിന. ഇരവിന്മാരിൽ മിന്നും താലി അമ്പിളിയേകുന്നു, ഒരു ചെറുതരിയുടെ തങ്കപ്പൊലുമേൽ താരകൾ മിന്നുന്നു. Anjana, roll number 8, present sir. അതെ, ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? അമ്മ അഭിപ്പാപ്പനോട് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളില് ടീച്ചറടുത്ത് കൊണ്ടുപോവാ. എനിക്കെന്റെ ലക്ഷ്മി ടീച്ചറെ കാണാലോ. അമ്മ ലൈറ്റ് ഓഫ് ആക്കും. മോൾ ഉറങ്ങിക്കോ. അമ്മേ ലൈറ്റ് ഓഫ് ചെയ്തേ. പോ കൊറോണ പോ കൊറോണ കൊറോണ പോ പോ കൊറോണ പോ കൊറോണ കൊറോണ പോ കൊറോണ പോ പോ കൊറോണ. ചേച്ചിയേ ചേച്ചിയെ ഭാസ്കരേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല, പൈസ കിട്ടിയിട്ടില്ല. അടുത്ത ആഴ്ച വരും, എന്നിട്ട് എടുക്കട്ടോ. ക്ലാസ്സൊക്കെ എങ്ങനെ? ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ? അതൊന്നും പറയണ്ട, സ്കൂളൊന്ന് തുറന്ന് കിട്ടിയാ മതി. അല്ല, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ഒന്നും ഇഷ്ടപ്പെട്ടതൊന്നും കൂടി ശരിയായിട്ട് വരുന്നില്ല. അപ്പൊ നീ ഇതുവരെ കണ്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമല്ലോ, ഓർക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ? അത് ശരിയാ. മൊബൈലിൽ ഡെയിലി 1.5 GB ഒന്നും പോരാ. ദിവസവും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് മക്കൾക്ക് സമയത്തിന് ഞാൻ മൊബൈൽ കൊടുക്കാറുള്ളൂ. ഒരു ഫോണും 3-4 മക്കളും, പിന്നെ ഓൺലൈൻ ക്ലാസ്സും, ടീച്ചർമാർ ഓരോ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും, ഗൂഗിൾ മീറ്റ്, സൂമ്, ഞാൻ കാണാതെ മക്കളെ യൂട്യൂബ് കാണൽ ഒക്കെ കൂടി നാട്ടപ്രാന്താവും. റെഡി 1 2 3.
എല്ലാരും എണീറ്റിടല്ലോ. അല്ല ബി നീയും എണീറ്റോ? എന്താ അമ്മ എണീക്കണ്ടേ? അപ്പി മാമ നമുക്ക് കളിക്കാം. അബി നീയാണ് ഈ മക്കളെ മുഴുവൻ വഷളാക്കണത്. ഞാനോ? ഏയ് ഇന്നേ കസ്തൂരിയുടെ ബർത്ത്ഡേ അല്ലേ? നീ അവളെ ഒന്ന് ക്ലാസ് ഞാൻ പോവില്ല. എന്നെ പുറത്താക്കിയ സ്കൂളാ. മാഷുമാരവിടുന്ന് ചോദിക്കും നിനക്കെന്താ പണി, നിനക്കെന്താ ജോലി എന്നോ. ഞാൻ പോവില്ല. അബി പാപ്പ വരുമല്ലോ. ഞാനില്ല. എല്ലാരും വേഗം പോയി പഠിക്കാനിരുന്നു. പാപ്പ വരുമല്ലയോ? വരണോ? നീ പോരുന്നോ? നിന്നെ കൊണ്ടുപോകില്ല കേട്ടോ. അബി, എന്താ സാറേ? ഒരു സമൻസ് ഉണ്ട് സർക്കാരിനെതിരായ സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന്. ഓ, ഈ വർഷം ഞാൻ 8th എനിക്ക് SPC ചേരണം. SPCയിലോ NCCയിലോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലോ ഏതിലും ചേരാലോ. സ്കൂളൊന്ന് തുറക്കട്ടെ. സ്കൂളിൽ നിന്ന് സമരം ചെയ്ത സമൻസ് വരുമോ സാറേ? അതിന് സ്കൂളിൽ സമരങ്ങളൊക്കെ ഹൈക്കോടതി നിർത്തലാക്കിയിട്ടുണ്ടല്ലോ. സ്കൂളിൽ സമരം ചെയ്താലേ പോലീസുകാർ വരില്ല, പാപ്പം വരും. കേട്ടോ? വേണ്ട. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ കൂടെ സ്കൂൾ ബസ്സിൽ വരുന്ന ഗൗരി ഇല്ലേ, അവള് വിളിച്ചിരുന്നു. ഭയങ്കര സങ്കടത്തിലാ. അവക്കെന്താ പറ്റിയേ? അവളുടെ അച്ഛൻ ഫോണൊന്നും പഠിക്കാൻ കൊടുക്കുന്നില്ല, പുസ്തകവും തൊടാൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര കഷ്ടാ. മരണം വാതിൽ കലൊരു നാൾ കൊറോണയുമായി. എവിടെയുടെ അമ്മ കുടുംബശ്രീക്ക് പോയതാ. ഞാൻ പോകരുതെന്ന് പറഞ്ഞാലും അവള് പോകും. അച്ഛാക്ക് ഫോണൊന്ന് തരുമോ? ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സ്കൂൾ തുറന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഇനി കുട്ടികളും മാഷുമാരും എന്നെ നല്ലോണം നോക്കേന്. ജമാനായൊരു കച്ചത്തൊരു പൂവിന്റെ മധുരിക്കും പോവല്ലേ? പോവാ. മാമ ഒരു ചോദ്യം, കോഴിയാണോ വലുത്, കോഴിയുടെ മുട്ടയാണോ വലുത്? എനിക്കറിയില്ലല്ലോ മോനെ. റഫീഖ് മാമ പറ. ഒരാൾക്ക് 4 ആൺമക്കള്, ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരികള്. അപ്പൊ ആകെ എത്ര മക്കളാ? 20 മക്കള്. 20 അല്ല, 8 മക്കള്. അതെയോ? അമ്മേതേ സ്കൂളിലെ മാഷിമാര്. നമസ്കാരം. കയറിയിരിക്കാം. അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വരികയല്ലേ, ഞങ്ങൾ കോവിഡൊക്കെ അല്ലേ. എന്താ വന്നേ? ഒന്നുമില്ല, സോഷ്യൽ സയൻസിന്റെ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം അഞ്ജനക്ക. അഞ്ജനയെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനും സന്തോഷം അറിയിക്കാനും വന്നതാ. അതിന്റെ സമ്മാനം നൽകാനും അതോടൊപ്പം അവളുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു എന്നറിയാനുമാണ് ഞങ്ങൾ വന്നത്. ഓക്കേ. അല്ല, മോൾ NMMSന് ജോയിൻ ചെയ്തിട്ടില്ലേ? ഇല്ലേ? അതെ, ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ, വേഗം ജോയിൻ ചെയ്യും. നമുക്കൊരു ഫോട്ടോ എടുക്കാലോ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കി. ഒന്ന് റെഡിയാക്ക്. ഒന്ന് അടുത്ത് നിൽക്ക്. റെഡി? ഓക്കെ, പോകാം. പോവാ. പാപ്പ, ഞാൻ പറഞ്ഞ ഗൗരിയുടെ അച്ഛനെ കാണണേ. കാണാം. അല്ല, നമ്മുടെ ശങ്കരേട്ടൻ്റെ വീട്ടിലേക്കാണോ? വരുന്നോ? ഞാനും ഉണ്ട്. അല്ല മാഷി, അടുത്ത കാലത്ത് തന്നെ സ്കൂള് തുറക്കോ? കൊറോണേ, ഓൺലൈൻ ക്ലാസ്സു, ഇനിയിപ്പോ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ആയില്ല നിങ്ങൾക്ക് അല്ലേ? ഇപ്പം തിരക്ക് കൂടുതലാ. മോളെ പഠനമൊക്കെ ഉഷാറാണ് കേട്ടോ. വിക്ടേഴ്സ് ചാനലിലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ കാണണം, തുടർ പ്രവർത്തനങ്ങൾ ചെയ്യണം. മോളെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആണല്ലോ അല്ലേ? ചില കുട്ടികൾ വാട്സപ്പിൽ സമാന്തര വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിലൂടെ ചാറ്റിംഗ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ടീച്ചറെ അങ്ങനെ ആയാൽ മതി. എന്നാ ശരി, വരട്ടെ. എന്നാ വരട്ടോ.
അബി ഇലക്ഷൻ വർക്കൊക്കെ ഒന്ന് ഗംഭീരാക്കണം. പിന്നെ അല്ല, പ്രചാരണമൊക്കെ ഓൺലൈൻ വഴി ആക്കേണ്ടി വരൂലേ? അബി ഇവിടുത്തെ ഇലക്ഷൻ്റെ ട്രെൻഡൊക്കെ എങ്ങനെയാ? പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, ആരാണോ നല്ലത് ചെയ്തത് അവർ ജയിക്കും. എൻ്റെ ഒരു അയൽവാസി ഉണ്ട്, അവനൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, ഒരു ബയോഗ്യാസ് പ്ലാന്റ്. അടുത്തുള്ള അറിവ് മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡംപ് ചെയ്യുക. എമ്മാതിരി സ്മെല്ലാസ്റ്റാ. അതിന് വീട്ടിലെ വേസ്റ്റ് അല്ലേ അതിലിടാൻ പറ്റുള്ളൂ. എനിക്കുണ്ടൊരു അയൽവാസി, അയാളുടെ ആട്ടുംകൂട് എൻ്റെ അടുക്കളേൻ്റെ തൊട്ടടുത്താ. എൻ്റെ അമ്മോ, നാറ്റം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല. ഈ കൊറോണ ആയാലും യുവമാരൊന്നും പഠിക്കാല. അല്ല, ഈ ഗൗരിയുടെ അച്ഛൻ അതെ, മോക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിന് ഞാൻ എന്താക്കാനാ? ഇങ്ങളാരോ ഓളെ മാഷ? അശോക സാറ്, ഗൗരിയുടെ മാഷ ഇത്. ഞാൻ പറഞ്ഞാല് ഓളെ അമ്മയൊന്നും കേൾക്കൂല, പിന്നെ ഞാൻ എന്താക്കാനാ? ഫോണൊന്നും വീട്ടിൽ വെക്കാറില്ലല്ലേ? ഓൺലൈൻ പഠനല്ലേ, പഠിക്കണ്ടേ മക്കൾക്ക്? ശങ്കരേട്ടാ, മക്കളെ മുന്നിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് സ്നേഹിച്ച് കാണിക്ക്. അവര് പിള്ളേരല്ലേ, അവര് പഠിക്കട്ടെ. ഇങ്ങനെ വെറുതെ കുടിച്ച് നശിച്ചെന്താ കാര്യം? ഞാനും കുറെ പറഞ്ഞു കൊടുത്താ. അപ്പോഴേ പത്രം വായിച്ചിട്ടില്ലേ, 173 കുട്ടികളാണ് ഈ കൊറോണ സമയത്ത് ആത്മഹത്യ ചെയ്തത്. എന്താ കാരണം? വീട്ടിൽ നിന്ന് കെയർ കിട്ടാഞ്ഞിട്ടാണ്. ഇനി അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും. ചൈൽഡ് ലൈനിലുള്ള കാര്യമൊക്കെ ഓർത്താൽ നല്ലതാട്ടോ. നമ്മളെ നാട്ടിലൊരാളുണ്ട്, വയലൊക്കെ നികത്തി വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിന്. അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്ക് ആരെ ജയിപ്പിക്കണമെന്ന്. കാശ് മാത്രമേ ഓൽക്കൊരു ചിന്ത ഉള്ളൂ. ശരി ശങ്കരേട്ടാ. ഹലോ, ആ സർ, ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്യാം സാർ. ഓക്കെ, നമ്മുടെ ജയരാജ മാഷ. ആ മാഷേ. ആ, ഹൃദിക്കിനെ പെട്ടെന്ന് മനസ്സിലായല്ലോ. മാഷെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമില്ലാതിരുന്ന എന്നെ ഈ നിലയിലാക്കാൻ മാഷെ നൽകിയ പ്രോത്സാഹനം എനിക്ക് മറക്കാൻ പറ്റുമോ? എൻട്രൻസിന് പഠിക്കുമ്പോൾ ഫീസില്ലാതെ പഠനം മുടങ്ങി എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ഫീസ് നൽകിയതും എന്നെ പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ ജയരാജ മാഷല്ലേ. ഈ വർഷം ഞാൻ റിട്ടയർ ചെയ്യാണ്. ഈ വർഷം ഈ വർഷം ഈ മാർച്ച് തന്നെ. പിന്നെ അറിയാലോ, ഇപ്പം എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികൾക്കും വേണ്ട മൊബൈലുകളൊന്നും ഇല്ലാത്ത പ്രശ്നമുണ്ട്. അത് സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. പിന്നെ ഹൃദിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇക്കാര്യത്തിൽ? ഞാൻ ചെയ്യാൻ സാറേ. അഭിയോട് രാഷ്ട്രീയം കളിക്കാതെ വല്ല ജോലിയും ചെയ്യാൻ പറയണേ. ആ, ഇലക്ഷനൊക്കെ വരികയല്ലേ, പിന്നെ രാഷ്ട്രീയം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ലടോ. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയല്ലേ, സാമൂഹ്യ പ്രവർത്തനം തന്നെയല്ലേ. ഇവരൊക്കെ വേണ്ടേ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഞാൻ പറയാം, അഭിയോട് ഞാൻ പറയാം. ഓക്കെ then. ഓക്കെ സർ. അതെ, നമുക്കൊരു യൂട്യൂബ് വീഡിയോ ചെയ്താലോ? ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാകില്ല. ഇന്ത്യ റെഡി ആവട്ടോ. മോള് ചെയ്യുന്നോ? യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കാണിച്ചു. ഗെയിമിന്റെ പേരാണ് ടേൺ അപ്പ് ഗ്ലാസ്. എന്താ? ടേൺ അപ്പ് ഗ്ലാസ്. നമ്മള് സാരല്ല, ഇനി മോള് ചെയ്യട്ടെ കേട്ടോ. വാ, മതിയോ? ആ മതി. ചെയ്ത മോളും ചെയ്ത. ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്നുകൂടി ചെയ്യും. ഇവിടെ ചെയ്യട്ടെ, എന്നിട്ട് കളിക്കാം. ഇവിടെ ചെയ്യട്ടെ. അമ്മേതാ ഫോൺ? എന്തേ അവിടെ പിന്നെയും വഴക്ക് തുടങ്ങിയോ? അല്ല, സ്കൂളിൽ നിന്നാ. ഹലോ. ആ ഹലോ, ഞാൻ ഷാജഹാൻ മാഷ്, SRG കൺവീനർ. ശരി സാർ.
നമ്മുടെ ക്ലാസ് ഇപ്പോ ഓൺലൈനിലൂടെയാണല്ലോ. ഓൺലൈൻ ആയതോടുകൂടി ചാറ്റിംഗ്, ഫയർ ഗെയിം, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാറ്റിലും അഭിരമിച്ചു നിൽക്കുകയാണ് നമ്മുടെ മക്കൾ. ഇവയുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി രക്ഷിതാക്കളായ നിങ്ങളും അധ്യാപകരായ ഞങ്ങളും നല്ല ഒരു ഇടപെടൽ തന്നെ നടത്തേണ്ടതുണ്ട്. പുതിയ ഞരമ്പ് രോഗികളും കുറെ ഓൺലൈൻ കാമുകന്മാരും നമ്മുടെ കുട്ടികളെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അതിനെതിരെ നമ്മുടെ ശക്തമായ ഒരു ഇടപെടൽ തന്നെ ആവശ്യമാണ്. നാളെ 3 മണിക്ക് ഒരു ഓൺലൈൻ ജാഗ്രതാ ക്ലാസ് ഉണ്ട്. നിർബന്ധമായും പങ്കെടുക്കണം. ഓക്കെ സർ. ഓക്കെ ഓക്കെ. അമ്മേ, എന്തേ എല്ലാരും കൂടി? നല്ല പൊരിച്ച മണം. ഓ, സ്കൂളൊന്ന് തുറന്നാ മതി. പണ്ടൊക്കെ എല്ലാരും ടീച്ചേഴ്സിനെ കുറ്റം പറയല്ലേ. ഇവിടെ 2-3 പോറ്റാ ഞാൻ പെടുന്ന ഒരു പാട്. എങ്ങനെയാണാവോ 500 എണ്ണത്തിന് ഈ ടീച്ചേഴ്സ് മേച്ചുകൊണ്ട് നടക്കണത്. ഇത് മോളെ ടീച്ചർക്കുള്ളത് കേട്ടോ. ഇത് അല്ലല്ല, ഇത് മോളെ ലക്ഷ്മി ടീച്ചർക്ക്, ഇത് മോളെ ക്ലാസ് ടീച്ചർ. ഓക്കെ. മോളെ ഹൃദയാച്ചി. ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു. മോക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? ഐഫോൺ. എനിക്ക് വേണ്ട ഐഫോൺ. നിനക്ക് വേണോ ഐഫോൺ? മോക്കോ? ഹായ് കസ്തൂരി. ഇന്ന് കസ്തൂരിയുടെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു. ടീച്ചറെ, ഇതെന്റെ ലക്ഷ്മി ടീച്ചർക്കാ. മോളു ഇന്ന് വീട്ടിൽ പോയിട്ട് ആകാശത്തേക്ക് നോക്കുക. അവിടെ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ കാണാം. അതാണ് മോളെ ലക്ഷ്മി ടീച്ചർ. മലർവാടിയിൽ ചിരി തൂവിയ മാലാകയെവിടെ, അകതാരിൽ തിരിവച്ചൊരു മണിദീപമെവിടെ, സത്യത്തിൻ വഴി കാട്ടിയ രാഗത്തിൻ പൂവേ, അറിവായി നീ നിറവായി നീ മറയുവതെവിടെ, ഇടനെഞ്ചിലാരോ മെല്ലെ പറഞ്ഞു കരയാതെ പൂവേ നീ കരയാതെ, കാറ്റൊന്നു പുൽകും മുകിലൊന്നു പൊഴിയും വേഴാമ്പൽ കുഞ്ഞുങ്ങൾ പാടുന്നിതാ, തളിരിട്ട ചില്ലയിൽ ശലഭങ്ങളണയും ഒരു മാത്രം നിന്നെയും തേടുന്നിതാ, മലർവാടിയിൽ ചിരി തൂവിയ മാലാകയെവിടെ, അകതാരിൽ തിരിവച്ചൊരു മണിദീപമെവിടെ, സത്യത്തിൻ വഴി കാട്ടിയ രാഗത്തിൻ പൂവേ, അറിവായി നീ നിറവായി നീ മറയുവതെവിടെ.
വഴി കാട്ടിയ